കോട്ടയം ജില്ലയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ നമ്മോടൊപ്പമുണ്ട്. പാലായിൽ ഇത്തവണ രാഷ്ട്രീയമാണോ വികസനമാണോ ഏറ്റവും വലിയ ചർച്ച? വികസനവും രാഷ്ട്രീയവും രണ്ടുമുണ്ട്. പ്രധാനമായും വികസനമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് മുടക്കിയിട്ടിരുന്ന പദ്ധതികൾ UDF അധികാരത്തിൽ വന്നാൽ പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നും, അതുകൂടാതെ വാഗമണ്ണിൽ നിന്നൊരു റോഡ് ഇല്ലിക്കലിലേക്കും ഇലവിഴ പുഞ്ചിലേക്കും കണക്ട് ചെയ്യുന്നത്, പിന്നെ ഒരു ഫുഡ് പാർക്കും ഗോൾഡ് സ്റ്റോറേജും, പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു സ്റ്റേറ്റ് റോഡ് 1 മണിക്കൂർ കൊണ്ട് ചെല്ലുന്ന, പിന്നെ അരുണാപുരം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അങ്ങ് ഇരാറ്റുപേട്ട വരെ വെള്ളം നിൽക്കും, ബോട്ടിംഗ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഞങ്ങളുടെ പദ്ധതി. ടൂറിസമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. മെയിൻ ടൂറിസവും കൃഷിയും. ഇപ്പോൾ ഒരു കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും വരും. വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയും. അതിന് റോ മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. കർഷകന് പെട്ടെന്ന് പെരിഷലായി പോകുന്ന ഐറ്റംസ് അവിടെ സൂക്ഷിക്കാൻ പറ്റും. ന്യായവില ഇപ്പം ഏത്തക്കായി 23 രൂപയുള്ളൂ, അതിന് 60 രൂപ ആവറേജ് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ പാലായിലേക്ക് മോദിജിയൊക്കെ എത്തുന്നു എന്നാണ് കേൾക്കുന്നത്. UDFനും LDFനും ഒപ്പം BJPയും വലിയൊരു സാന്നിധ്യമായി ഇവിടെയുണ്ട്. മത്സരത്തെ എങ്ങനെ കാണുന്നു? മൊത്തത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി പര്യടനങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ കാണും? അത് മെയ് 4-ാം തീയതി വോട്ടുണ്ടുമ്പോൾ കണ്ടു. എനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 15,378 മേളിൽ 1000 വോട്ടെങ്കിലും മിനിമം കിട്ടും. മാണി സി കാപ്പൻ എന്തുകൊണ്ട് സ്വതന്ത്രനായി നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. അത് വെറും ചോദ്യമാണ്. കാരണം ഞാൻ കഴിഞ്ഞ തവണ സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ചത്. KDP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. പക്ഷേ ഞാനിപ്പം വീണ്ടും മത്സരിക്കണമെങ്കിൽ KDP ആയിട്ട് മത്സരിക്കണമെങ്കിൽ നിയമസഭാംഗത്വം രാജിവെക്കണം. അത് ഇതിനേക്കാൾ വലിയ കൺഫ്യൂഷൻ സൃഷ്ടിക്കുമെന്ന് UDFൻ്റെ നേതാക്കൾ പറഞ്ഞു. എനിക്ക് ബാക്കി ഇത് കഴിഞ്ഞാൽ സ്വതന്ത്രനായിട്ട് മത്സരിച്ചാലും ബാക്കി എന്ത് പൊസിഷൻ ഉണ്ടെങ്കിലും അതെടുക്കാം. അതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. മറ്റൊരു കാര്യം, ഈ വികസനം തടസ്സപ്പെടുത്തത് ജോസ് കെ മാണിയാണെന്ന് പലപ്പോഴും താങ്കൾ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഈ കെ മാണിയുടെ നിര്യാണത്തിന് ശേഷം ഈ 18-19 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ, അന്ന് നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന ഒരു തരത്തിൽ കളക്ടർക്ക് താങ്കൾ കത്ത് കൊടുത്തു എന്നും പറഞ്ഞൊരു ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അത് വിവരക്കേടാണ്. ഒരു MLA പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലത്ത് ഏത് സാധനം മാറ്റി കൊടുക്കാൻ പറ്റും. അദ്ദേഹം കൊടുത്ത പൈസ പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് ഗാലറി പണിയാണ്. അപ്പോൾ ഗാലറിയെ, ഞാൻ സ്പോർട്സ്മാനാണ്, ഒന്നാമത് ഗാലറി പണിയാനുള്ള സ്പേസ് ഇല്ല. ഗാലറിയേക്കാൾ ആവശ്യം 10-75-80 വയസ്സുള്ള സ്ത്രീകൾ വലിയ കുടവും ചുവന്നുകൊണ്ട് ആ മലയോര മേഖലകളിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നി ഞാൻ കുടിവെള്ള പദ്ധതിക്ക് റോഡുകൾക്ക് പൈസ കൊടുത്തു. പിന്നീട് ഇതൊക്കെ ദൈവം എന്ന് പറയുന്ന ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്റ്റേഡിയത്തിൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയം തകർന്നു പോയി. അത് നന്നാക്കാൻ 7 കോടി രൂപ അനുവദിക്കണമെന്ന് പറഞ്ഞ അസംബ്ലി ഞാൻ റിക്വസ്റ്റ് കൊടുത്തു ബഡ്ജറ്റിൽ. അത് പാസ്സായി വന്നു. അത് ഇവരറിയുന്നില്ല. അറിയാതെ മുനിസിപ്പാലിറ്റി കൊണ്ട് പിണറായി വിജയൻ്റെ കേരള സഭയോ നവകേരള സഭയോ മറ്റോ വന്നപ്പം വീണ്ടും കൊണ്ട് അപേക്ഷ കൊടുത്തു. ഇത് രണ്ടും പാസ്സായി വന്നു. ബഡ്ജറ്റ് പാസ്സായാലും എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്താ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ എഴുതി കൊടുത്തു. ഗാലറി പണിതോളാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റി സമസ്ഥാപകരാതും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് തന്നു എനിക്ക്. ഗാലറി പണിയാൻ സ്ഥലമില്ല, അത് വേണ്ട, ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് 3.5 കോടി രൂപ കൊടുക്കണം. അങ്ങനെ 3.5 കോടി രൂപ ഗവൺമെൻറ് ആശുപത്രിയിലും കൊടുത്തു. 3.5 കോടി രൂപ ഇലവിഴ പുഞ്ചിലേക്കുള്ള റോഡിൻ്റെ ബാക്കി ഭാഗം BMNBC ടാർ ചെയ്യാനായിട്ടും കൊടുത്തു. ഇപ്പോൾ ഈ ഇടയ്ക്ക് PC ജോർജ് പറഞ്ഞൊരു കാര്യമാണ്, കഴിഞ്ഞ തവണ മാണി സി കാപ്പൻ വിജയിച്ചത് എന്ന് വെച്ചാൽ 2021 തെരഞ്ഞെടുപ്പിൽ പഴയ പൂഞ്ഞാർ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിൽ നിന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന വോട്ടുകൾ PC ജോർജിൻ്റെ ആൾക്കാരുടെ വോട്ടുകൾ കിട്ടിക്കൊണ്ടാണ് ജയിച്ചത്. ഇത്തവണ അതില്ല. അതുകൊണ്ട് മാണി സി കാപ്പൻ പരാജയപ്പെടുമെന്നാണ് PC ജോർജ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ ജനപക്ഷത്തിൻ്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഉള്ളൊരു മനുഷ്യനാണ്. കഴിഞ്ഞ തവണ പുള്ളി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സത്യമാണ്. ഇപ്രാവശ്യം വോട്ടെണ്ണം പറയാമല്ലോ ആ മേഖലയിൽ എത്ര വോട്ട് PC ജോർജിൻ്റെ കയറപ്പ് കിട്ടി, എത്ര വോട്ട് എനിക്ക് കിട്ടിയത്. ആ വോട്ടെണ്ണം കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂട്ടിയാൽ പറയാം. ഒരു സംശയം വേണ്ട, അവിടെ ഒരു വോട്ടും പോവുകയില്ല. ഏതായാലും ഭൂരിപക്ഷം ഉയരുന്നത് തന്നെയായിരിക്കും പറയുക. എത്ര ഭൂരിപക്ഷത്തിലേക്ക് ഇത്തവണ എത്തുമെന്നാണ് കരുതുന്നത്? 15,378 വോട്ടിനാണ് ഞാൻ കഴിഞ്ഞ തവണ ജയിച്ചത്. ഇത്തവണ മിനിമം 16,370 വോട്ടും ജയിക്കും. കാരണം ഗ്രാമീണ മേഖലകളിലാണ് ഞാൻ വികസനം കൊണ്ടുവന്നത്. ആശുപത്രികൾ, ഗ്രാമീണ റോഡുകൾ, പാലങ്ങൾ. ജനങ്ങൾ 52 കൊല്ലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സാധനം അവരുടെ കയ്യിലേക്ക് കിട്ടി. ആ ഗ്രാമീണ ജനത അതൊരിക്കലും മറക്കില്ല. അവരുടെ മുഖം കാണുമ്പം, നിഷ്കളങ്കമായ മുഖം നോക്കിയിട്ട് ഓക്കെ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പം അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഞാൻ പറയുന്നത് കൃത്യം ഭൂരിപക്ഷം ഞാൻ പറയാം. ഈ 9-ാം തീയതി വോട്ടെടുപ്പ് കഴിയുമ്പം നിങ്ങൾ 10-ാം തീയതി രാവിലെ അമൃതേന്ന് വിളിച്ചു. ഞാൻ പറയുന്ന വോട്ട് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. തീർച്ചയായും കഴിഞ്ഞ തവണ 15,000-ൽ പരം വോട്ടായിരുന്നെങ്കിൽ ഇത്തവണ 16,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കാരണം ഗ്രാമീണ മേഖലകളിലേക്ക് രാഷ്ട്രീയ എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് വികസനം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മാണി സി കാപ്പൻ ഈ ജനവിധിയെ നേരിടുന്നത്. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്.